നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാതാപിതാക്കൾ ഒരുമിച്ചല്ലാതെ അമ്മയോ അച്ഛനോ ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്ന അവസ്ഥയാണ് സിംഗിൾ പാരന്റിംഗ്. വിവാഹബന്ധം വേർപിരിഞ്ഞതോ പങ്കാളിയുടെ മരണമോ ഒരാളെ സിംഗിൾ പാരന്റ് ആക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കുന്നു. ഈ അവസ്ഥയിൽ എല്ലാ കാര്യങ്ങൾക്കും തങ്ങൾ ഒറ്റയ്ക്കാണെന്ന ബോധ്യം രക്ഷിതാവിനെയും കുട്ടിയെയും കൂടുതൽ അടുപ്പിക്കുന്നു. അവർ ജീവിതത്തിൽ ഒന്നിച്ചു നിൽക്കുകയും പരസ്പരം താങ്ങാവുകയും ചെയ്യുന്നു. എന്നാൽ സിംഗിൾ പാരന്റിങ്ങിന് ചില വെല്ലുവിളികളുണ്ട്. സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ലെങ്കിൽ തിരിച്ചടി നേരിടാവുന്ന വെല്ലുവിളികൾ. ഇന്നത്തെ വീഡിയോ സിംഗിൾ പാരന്റിങ്ങിലെ ചാലഞ്ചസിനെ കുറിച്ചാണ്. ഒറ്റയ്ക്കുള്ള പുതിയ ജീവിതം തുടങ്ങും മുമ്പ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളിലെ പിരിമുറുക്കം കുറയ്ക്കാനായി വിദഗ്ധ സഹായം തേടുകയാണ്. എത്രയൊക്കെ പൊരുത്തപ്പെടാനാവാത്ത ആളാണെങ്കിലും പങ്കാളിയുടെ നഷ്ടം ചിലരെ വിഷാദത്തിലേക്ക് നയിക്കാറുണ്ട്. പ്രശ്നങ്ങൾ പരിചയക്കാരോടും കൂട്ടുകാരോടും പറയുന്നതിനേക്കാൾ നല്ലത് മാനസികാരോഗ്യ വിദഗ്ധരോട് പറയുകയാണ്. അത് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കും. ചിലർ സ്വന്തം മാനസികാവസ്ഥ കുട്ടികൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കും. അതെല്ലാം ഉൾക്കൊള്ളാനുള്ള മാനസിക ബലം മുതിർന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാകണമെന്നില്ല. മാത്രമല്ല, അച്ഛനമ്മമാരുടെ വേർപിരിയൽ നൽകിയ സമ്മർദ്ദവും കുട്ടികൾക്കുണ്ടാകും. സന്തോഷകരമായ ടെൻഷൻ ഇല്ലാത്ത അന്തരീക്ഷമാണ് കുട്ടികൾക്ക് ചുറ്റും ഉണ്ടാവേണ്ടത്. ഇതിന് അമ്മയുടെ മാനസികാരോഗ്യം നല്ലതായേ പറ്റൂ. കുട്ടിയുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കുന്ന അമ്മയ്ക്ക് കുട്ടിയിലെ ഏതു ചെറിയ മാറ്റങ്ങളും പറയാതെ അറിയാൻ കഴിയും. പറയാതിരിക്കാൻ കുട്ടിക്കും കഴിയില്ല. എങ്കിലും എൻ്റെ കുട്ടി എന്നോടെല്ലാം പറയും, എന്നോട് സത്യമേ പറയൂ എന്ന മൂഢവിശ്വാസം നല്ലതല്ല. കുട്ടികളെ വേണ്ടിടത്ത് സംശയിക്കുക തന്നെ വേണം. നിങ്ങൾ ക്ഷീണിതരായിരിക്കുന്ന സമയത്ത് കുട്ടികൾ വന്ന് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അനുവാദം കൊടുക്കരുത്. നിങ്ങളറിയാതെ ഗുരുതരമായ പ്രശ്നത്തിൽ കുട്ടി അകപ്പെട്ടെന്ന് തന്നെ ഇരിക്കട്ടെ. കുട്ടിയുടെ പരിരക്ഷ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിഞ്ഞ് ഏത് കടുത്ത പ്രശ്നവും തുറന്നു പരിശോധിക്കാനുള്ള മനസ്സുണ്ടാവണം. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരിക്കലും ശ്രമിക്കരുത്. തെറ്റുപറ്റിപ്പോയ അവസ്ഥയിലാണ് അവർക്ക് നിങ്ങളുടെ സ്നേഹം ഏറ്റവും വേണ്ടതെന്ന് മനസ്സിലാക്കുക. ദേഷ്യം വരുമ്പോൾ പിരിഞ്ഞുപോയ അച്ഛനുമായി താരതമ്യം ചെയ്ത് കുട്ടിയെ വഴക്കു പറയരുത്. ദേഷ്യത്തിൽ നിങ്ങൾ കുട്ടിയോട് മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കുട്ടിയോട് ഏറ്റുപറയുക. തെറ്റുപറ്റിയാൽ തിരുത്താൻ പറ്റുമെന്ന ബോധം ഇതുണ്ടാക്കും. നിർദ്ദേശങ്ങൾ ആജ്ഞകളാകരുത്, എന്നാൽ അപേക്ഷകൾ അനുസരണം ഉറപ്പാക്കാൻ നല്ലതായിരിക്കും. കുട്ടിയെ സ്നേഹത്തോടെ സ്പർശിക്കാൻ മറക്കാതിരിക്കുക. കുട്ടിയെ ഒളിച്ച് നിങ്ങൾ മോശമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് മക്കളെ സിനിമ കാണാൻ കൊണ്ടുപോകാനും ടൂർ പോകാനുമൊക്കെ സാധിക്കും. അല്പം പ്ലാനിംഗ് ഉണ്ടായാൽ മതി. മക്കൾക്കായി സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കാനും വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യാനുമൊക്കെ മനസ്സുണ്ടാവുകയാണ് പ്രധാന കാര്യം. അമ്മയുടെ സ്നേഹസ്പർശനത്തിൽ കണ്ണു തുറക്കുന്ന കുട്ടിക്ക് അന്നത്തെ ദിവസം തീർച്ചയായും പോസിറ്റീവായിരിക്കും. ഉറക്കമുണരാൻ വൈകുന്ന കുട്ടിയെ ജോലി തിരക്കിനിടയിൽ വഴക്കു പറഞ്ഞ് ഞെട്ടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നവർ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അല്പം മുതിർന്ന കുട്ടിയായാലും ഉറങ്ങുന്ന നേരം വരെ കൂടെ കിടക്കുക. ഒറ്റയ്ക്ക് വളർത്തുന്ന കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ സ്വയം പര്യാപ്തത പരിശീലിപ്പിക്കാം. ആവശ്യങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. സമൂഹവുമായി നന്നായി ഇടപഴകാൻ അനുവദിക്കുക. ഒറ്റയ്ക്ക് വളർത്തുന്ന കുട്ടികൾ ചിലപ്പോൾ അന്തർമുഖരായി തീരാറുണ്ട്. കൂട്ടുകാരോടൊപ്പം കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. മുതിർന്നവരോട് സ്വയം പരിചയപ്പെടുത്താനും മുൻകൈ എടുത്ത് സംസാരിക്കാനും കുട്ടിയെ പഠിപ്പിക്കുക. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ ശേഷം പ്രതീക്ഷ കൈവിടാതെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ല രക്ഷാകർത്താവായി ജീവിക്കുക എന്നത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയും ദൃഢനിശ്ചയങ്ങളിലൂടെയുമെല്ലാം ജീവിതത്തെ ഒഴുക്കിനെതിരെ നീന്താനുള്ള ഒരു തോണിയായി മാറ്റിയെടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.